എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈസി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും വെജിറ്റബിൾ കുറുമയും ഒരു അസാധ്യ രുചിയാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കയറി കാണണേ. അപ്പോൾ എങ്ങനെയാണ് ഈ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 5 ഗ്രാമ്പൂ, 2 ഏലക്കായ, 2 ചെറിയ കഷ്ണം പട്ട എന്നിവ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. 2 ചെറിയല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് 1 സവാള നീളത്തിൽ അരിഞ്ഞതിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ കഷ്ണങ്ങളായിട്ടല്ല, ചെറിയൊരു മീഡിയം കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 5 ബീൻസ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ക്യാരറ്റ് അരിഞ്ഞത് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. കഷ്ണങ്ങളൊക്കെ വേവുന്നതിന് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. കഷ്ണങ്ങളുടെ ഒപ്പം നിൽക്കത്തക്ക രീതിയിൽ വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. 1/2 കപ്പ് നാളികേരം ചിരണ്ടിയതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം എല്ലാം അരയുന്നതിന് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നാളികേരം ഇട്ടതിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒറ്റ വിസിലിൽ തന്നെ എനിക്ക് വെജിറ്റബിൾസ് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞു പോയിട്ടുമില്ല കേട്ടോ. ഇതേ പരുവത്തിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം. അരപ്പിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. വെജിറ്റബിൾ കുറുമ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആദ്യ തിള വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. ഒരു ഉഗ്രൻ ടേസ്റ്റിലുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ ഇത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ എല്ലാവരും. കൂടാതെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും.